കൃപയിന്നാഴമറിയാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിന്നാഴമറിയാൻ നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നിഷ്ഫലമാം ജീവനിൽ ദിവ്യമായി പേതിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നാഥ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിന്നാഴമറിയാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്ന കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മൾ 3-ാം ദിവസത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചുമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഓൺലൈൻ ക്ലാസ് ഒക്കെ കൂടി എല്ലാവരും മടുത്തൊക്കെ ഇരിക്കുമായിരിക്കും അല്ലേ? ഇന്നത്തെ സാഹചര്യത്തില് നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് എല്ലാ പ്രോഗ്രാമുകളും അല്ലെ. ക്ലാസ്സുകളിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമം, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാത്തതിന്റെ വിഷമം, കൂട്ടുകാരുമായിട്ട് മിങ്കിൾ ചെയ്ത് നടക്കാൻ പറ്റാത്തതിന്റെ വിഷമം, ഇതെല്ലാം ഉണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യം നമ്മളെ ഇങ്ങനെ ആക്കിയിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ കൊറോണ എന്ന ആ മഹാമാരി, മഹാവിപത്ത് നമ്മുടെ നാട്ടിൽ നിന്നും മാറിപ്പോകുവാനായിട്ട്, അതിനെ കീഴടങ്ങിയിരിക്കുന്ന മക്കളെല്ലാം സൗഖ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് സിസ്റ്റർ വിശ്വസിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? നമ്മുടെ ഇടവകയില് പിന്നെ നിയന്ത്രണങ്ങളോട് കൂടിയ ബലിയർപ്പണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇല്ലേ? നമുക്ക് കിട്ടുന്ന അവസരങ്ങള് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ? ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അല്ലെ? വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങള് എത്രയോ വലുതാണ് അല്ലെ? നമുക്കറിയാം, ഒരു വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം തമ്പുരാന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ്, എത്രയോ അനന്തമാണ് അല്ലെ? നമുക്കിന്ന് തമ്പുരാൻ ദിവ്യ കാരുണ്യമായി തീർന്ന തമ്പുരാന്റെ മുമ്പില് നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യ കാരുണ്യ ഈശോയെ, നിന്നെ കൂടുതൽ സ്നേഹിക്കുവാൻ, നിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരമപരിശുദ്ധനായ ദൈവം തന്റെ പ്രിയപുത്രനെ ദിവ്യ കാരുണ്യമാകുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ചുള്ള സ്വപ്നം അവിടുന്ന് തിരുപുത്രനിലൂടെ നിറവേറ്റപ്പെടുവാൻ തക്ക വിധത്തില്, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റപ്പെടുത്തുവാൻ തക്ക വിധത്തില് ദിവ്യകാരുണ്യമായി തീർന്ന ഈശോയുടെ വലിയ സ്നേഹത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അവിടുത്തെ വലിയ സ്നേഹം രുചിച്ചറിയുവാൻ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിച്ചു എല്ലാവരും. നമ്മള് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉരുവിടണം മനസ്സിൽ കേട്ടോ. വിശുദ്ധ കുർബാനയോടുള്ള ദിവ്യ കാരുണ്യത്തോടുള്ള നമ്മുടെ സ്നേഹമാണ് നമ്മൾ അതിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഈശോ നമ്മളെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത്. പിതാവായ ദൈവം അവിടുത്തെ പ്രിയപുത്രനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദിവ്യ കാരുണ്യമായിട്ട് കടന്നു വരുവാൻ മാത്രം വെറും ഒരു അപ്പത്തിന്റെ രൂപം സ്വീകരിക്കുവാനായിട്ട് ഈശോ തയ്യാറായി അല്ലേ? എത്രമാത്രം സ്നേഹമാണ് ഈശോ നമ്മളോട് കാണിക്കുന്നത്. ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എത്രമാത്രമാണ് ഈശോയുടെ സ്നേഹത്തിന്റെ ആഴം, പിതാവായ ദൈവത്തിന്റെ സ്നേഹം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് വിശുദ്ധ കുർബാന എന്നുള്ളതാണ്. എന്താണ് വിശുദ്ധ കുർബാന? ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഇല്ലേ?
അപ്പോൾ കുഞ്ഞുനാളിലേ തുടങ്ങി നമ്മള് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് പോയിട്ടുണ്ട്. കുഞ്ഞുനാളില് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഈശോയെ ഒന്ന് നാവിൽ സ്വീകരിക്കുവാനായിട്ട്. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ പപ്പായും അമ്മയും എല്ലാം ഈശോയെ സ്വീകരിച്ച് വന്ന് മുട്ടുകുത്തുമ്പോൾ നമ്മളിങ്ങനെ കൊതിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നിട്ടില്ലേ? എനിക്കും സ്വീകരിക്കണം ഒരിക്കൽ ഈശോയെ എന്ന് നമ്മളന്ന് തീരുമാനിച്ചിട്ടില്ലേ? ഇപ്പൊ നമ്മൾ ഈശോയൊക്കെ സ്വീകരിച്ച് 5, 4, 3, 2 ഒക്കെ വർഷം കഴിയുമ്പോൾ ആ ഈശോയെ സ്വീകരിക്കുവാനായിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ആ അനുഭവം, അല്ലെങ്കിൽ ആദ്യത്തെ ആ തീക്ഷ്ണത ഒക്കെ നമുക്ക് ഇന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഈശോ നമ്മളോട് എത്രമാത്രം കാരുണ്യത്തോടു കൂടെയാണ് വർത്തിക്കുന്നത് എന്ന്, ഈശോയോട് നമ്മൾ എത്രമാത്രം സ്നേഹമാണ് കാണിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു അവസരമാണിത്. അപ്പം എന്താണ് ഈ ദിവ്യകാരുണ്യം? നമ്മൾ പഠിക്കുന്നുണ്ട്, വേദപാഠ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു, ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന, അഥവാ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇനി ഈശോ നമ്മളോട് കൂടെ ആയിരിക്കുന്നത് 3 അവതാരങ്ങളിലൂടെയാ. അത് ഏതൊക്കെയാണെന്ന് പറയാമോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? വചനമായി നമ്മുടെ കൂടെ വസിക്കുന്ന, വചനമായി നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം. അപ്പം വചന അവതാരം. 2ാമത് നമ്മൾ വായിക്കുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മാംസമായി അവതരിച്ച വചനം, മനുഷ്യനായി അവതരിച്ച വചനം. 3ാമതായിട്ട് അപ്പമായി അവതരിക്കുന്ന വചനം അല്ലേ? ഒന്ന് വചനമായി അവതരിച്ചു, മനുഷ്യനായി അവതരിച്ചു, അപ്പമായി അവതരിച്ചു. അപ്പൊ നമ്മുടെ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ഈശോ അപ്പമായി അവതരിച്ചതാണ്. ഈശോയുടെ സ്ഥലത്തും കാലത്തും ഉണ്ടായിരുന്ന സ്ലീഹന്മാർക്ക് ഉണ്ടായ അതേ അനുഭവം ഇന്നും ഇന്നലകളിലും ഇനി വരാനിരിക്കുന്ന തലമുറകളിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി അനുഭവിക്കുവാൻ തക്ക വിധം ഈശോ ദിവ്യകാരുണ്യമായി, അപ്പമായി, വെറും ഒരു അപ്പത്തിന്റെ രൂപത്തില് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, അവന്റെ ആത്മാവിൽ ലയിച്ചു ചേർന്ന് അവനോടൊന്നായി തീരുവാൻ തക്ക വിധം അപ്പമായി അവതരിച്ച ഈശോ. ഈശോ പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. എങ്ങനെയാ? അപ്പമായി അവതരിച്ച ഈശോ ദിവ്യകാരുണ്യത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഓരോ നിമിഷവും നമ്മുടെ കൂടെ വസിക്കുകയാണ്. അത് ഈ ലോകത്തിന്റെ അവസാനം വരെയും തുടർന്നു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒന്നായിട്ടാണ് മാറുന്നത്. ഇനി വിശുദ്ധ കുർബാന ദൈവകാരുണ്യത്തിന്റെ കൂദാശയും സഭയുടെ സമ്പത്തുമാണ്. എന്താണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്? ദൈവകാരുണ്യത്തിന്റെ കൂദാശയും സഭയുടെ സമ്പത്തുമാണ്. ദൈവത്തിന്റെ കാരുണ്യമാണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ മനസ്സിലാക്കി. അർഹതയില്ലാത്തവർക്ക് പോലും നൽകുന്ന സ്നേഹമാണ് ഈ കാരുണ്യം എന്ന് പറയുന്നത് അല്ലെ? കാരുണ്യത്തെ നമ്മൾ നിർവചിക്കുമ്പോൾ പറയുന്നതാണ്, അർഹതയില്ലാതിരുന്നിട്ട് പോലും അവൻ അർഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നൽകുന്നതാണ് കരുണ എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? അർഹതയില്ലാത്തവർക്ക് പോലും വാരിക്കോരി നൽകുന്ന സ്നേഹം. അതുകൊണ്ടാണ് നാം ദിവ്യകാരുണ്യം എന്ന് വിശുദ്ധ കുർബാനയെ വിളിക്കുന്നത്. എന്താണ് വിശുദ്ധ കുർബാന എന്ന് വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഒരു കാര്യം സിസ്റ്റർ പറയാം. തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധത്തില് അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തിന്റെ സ്നേഹദാനവും നമുക്കായി സ്വജീവൻ നൽകി നമ്മളെ ഓരോരുത്തരെ സ്നേഹിച്ച ദൈവപുത്രന്റെ ആത്മദാനവും മനുഷ്യ അവതാരത്തിലും അപ്പ അവതാരത്തിലും പ്രവർത്തിക്കുകയും അവയെ പൂർത്തീകരിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും മനുഷ്യവർഗത്തിന് ലഭിച്ച ഏറ്റവും വലിയ നിധിയും സമ്പത്തുമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. അപ്പം പിതാവായ ദൈവത്തിന്റെ സ്നേഹദാനമുണ്ട്, പുത്രനായ ദൈവത്തിന്റെ ആത്മദാനമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ. ത്രിത്വേക ദൈവം ഒരുമിച്ച് ചേരുന്ന വലിയ ആഘോഷത്തിന്റെ രഹസ്യമാണിത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഈ ദിവ്യകാരുണ്യം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? നമുക്ക് വിശ്വാസമില്ല എങ്കിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് ദേവാലയത്തിൽ പോയി നിന്നാല് നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം എന്താണ്? പുരോഹിതൻ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥനകൾ ചൊല്ലുന്നു, അങ്ങോട്ട് തിരിയുന്നു, ചില
ആംഗ്യങ്ങൾ കാണിക്കുന്നു, നമ്മൾ മുട്ടുകുത്തുന്നു, എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു. ഇതിനൊക്കെ അർത്ഥവും ആഴവും ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്താണ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കതൊരു അനുഭവമായിട്ട് മാറുകയുള്ളൂ, അല്ലേ? പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഏറ്റവും അമൂല്യമായ സമ്പത്താണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. സഭാപിതാക്കന്മാരെല്ലാം വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാ. സഭയുടെ നിലനിൽപ്പ് തന്നെ ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാനയിലാണ് എന്നാണ് പറയുന്നത്. ഈശോ പറയുന്നത് എങ്ങനെയാണ്? യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിലാണ് അവിടുന്ന് പറഞ്ഞു വെക്കുക, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, അല്ലെ? ഇന്നലകളിലും ഇന്നും എന്നും ഒരേ ആൾ തന്നെയായ ഈശോ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ കൂടെ വസിക്കുന്നു. ഇനി അവിടുന്ന് അപ്പമായി അവസാനം വരെയും നമ്മുടെ കൂടെ വസിക്കുമ്പോൾ ഈ എമ്മാനുവേൽ അനുഭവം എന്ന് പറയുന്നത് എന്താ? എമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ദൈവം നമ്മോട് കൂടെ. ഈ എമ്മാനുവേൽ അനുഭവം നമ്മള് സ്വന്തമാക്കണം. നമുക്കറിയാം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ നമ്മള് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? എമ്മാവൂസ് ഈശോയുടെ മരണശേഷം ശിഷ്യന്മാര് എമ്മാവൂസിലേക്ക് പോവാ. അപ്പൊ അവര് പോകുന്ന വഴിക്ക് അപരിചിതനെ പോലെ ഈശോ അവരുടെ കൂടെ കൂടുക. പക്ഷെ അവർക്ക് മനസ്സിലായില്ല ഈശോയാണ് കൂടെ കൂടിയതെന്ന്, അല്ലെ? അപ്പം അവരിങ്ങനെ ദുഃഖിതരായിട്ട് മ്ലാനവദനരായിരുന്നു എന്നാണ് വചനം പറഞ്ഞു വെക്കുന്നത്. അവര് ദുഃഖിതരായിട്ട് നടന്നു പോകുമ്പോൾ ഈശോ അവരുടെ കൂടെ കൂടി. അപ്പം ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനെ കുറിച്ചായി സംസാരിക്കുന്നത്? അപ്പൊ അവര് പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അപ്പം ഈശോ വെറുതെ പറയുന്നുണ്ട്, എന്ത് കാര്യങ്ങള്? അപ്പൊ അവര് പറയാണ്, ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അവരെ യൂതന്മാര് കുരിശ് തറച്ചു കൊന്നു എന്നൊക്കെ, ഞങ്ങൾ അവനാണ് രാജാവ് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അവരെ കൊന്നു എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞു കൊടുക്കുവാണ് ഇവര് ഈശോയോട്. അപ്പൊ ഈശോ വിളിക്കുന്ന ഒരു വാക്കുണ്ട് അവരെ, എന്താണ്? ഭോഷന്മാരെ. പ്രവാചകന്മാർ പറഞ്ഞതൊന്നും വിശ്വസിക്കാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. അങ്ങനെയാണ് ഈശോ അവരെ ശാസിക്കുന്നത്, അല്ലേ? അപ്പം ഈശോ തിരിച്ച് പിന്നെ അവരോട് സംസാരിക്കുകയാണ്, വചനങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവര് വചനമൊക്കെ വ്യാഖ്യാനിച്ച് കടന്നുപോയി അവരുടെ വീടിനോട്, ശിഷ്യന്മാര് അവരുടെ താമസിക്കാനുള്ള സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും ഈശോ എന്ത് ചെയ്തു? അവരെ കടന്നു പോകാനായിട്ട് ഭാവിക്കുന്നുണ്ട്, അല്ലെ? അപ്പം ഈശോ കടന്നു പോകാനായിട്ട് ഭാവിച്ചപ്പോൾ പിന്നെ എമ്മാവൂസിലേക്ക് പോകുന്ന ആ ശിഷ്യന്മാര് വിളിക്കുന്നുണ്ട്, ഇന്ന് സമയം വൈകിയില്ലേ, ഞങ്ങളുടെ കൂടെ വാ, ഇന്ന് താമസിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നാളെ പോകാം എന്ന് ശിഷ്യന്മാര് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ എന്ത് ചെയ്യുന്നു? അവരുടെ കൂടെ കൂടുന്നു. പക്ഷെ അത് ഈശോയാണെന്ന് അവരറിയുന്നുണ്ടോ? ഇല്ല, അവർ ഈശോയാണെന്ന് അറിയാതെ തന്നെയാണ് ഈശോയെ ക്ഷണിക്കുന്നത്. അങ്ങനെ അവരവിടെ കയറി ചെന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാം ഒരുക്കി വെച്ച് അവരിയ്ക്കുമ്പോൾ ഈശോ എന്ത് ചെയ്തു? അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവര് ഈശോയെ കാണുന്നില്ല. ഈശോ എങ്ങോട്ട് പോയി? ഈശോ അപ്പത്തിലേക്ക് മറിഞ്ഞു. അവരുടെ ജീവിതത്തിന്റെ ഭാഗമാവാൻ, ശരീരത്തിന്റെ ആത്മാവിന്റെ ഭാഗമായി തീരാനായിട്ട് അപ്പത്തിലെ മറഞ്ഞവനാണ് ഈശോ. അതാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇനി ഓരോ വിശുദ്ധ ബലിയിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങള്, വെറുതെ അങ്ങ് പോയി നിന്ന് നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയാണോ വേണ്ടേ? നേരത്തെ ഒരുങ്ങണം. നമുക്ക് സഭ അനുവർത്തിച്ചു തരുന്ന, അല്ലെ, സഭ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളുണ്ട്, അല്ലെ? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മൾ കുമ്പസാരം എന്ന കുദാശ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പം ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്ന് പറയുന്നത്, നമ്മള് വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ കാർമികൻ ഒരു പാട്ട് പാടും. എന്താണ്? അന്നാ പെസഹ തിരുനാളിൽ, അല്ലെ? അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, അല്ലെ? അപ്പൊ ഒന്നാമതായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് എന്ത്? അനുരഞ്ജനം. അനുരഞ്ജനപ്പെടുക. ആരൊക്കെയായിട്ടാണ് നമുക്ക് അനുരഞ്ജനപ്പെടാനുള്ളത്? ഒന്ന്, ദൈവത്തോട്. രണ്ട്, മനുഷ്യരോട്, സഹോദരങ്ങളോട്. മൂന്ന്, പ്രകൃതിയോട്. നാലാമതായിട്ട് നമ്മോട് തന്നെ. അപ്പം 4 വിധത്തിലാണ്, 4 തലത്തിലാണ് അനുരഞ്ജനം നടക്കേണ്ടത്. ഒന്ന് ദൈവത്തോട്, 2 സഹോദരങ്ങളോട്, 3 പ്രകൃതിയോട്, 4 നമ്മോട് തന്നെ. അനുരഞ്ജനപ്പെട്ട ഒരു മനസ്സോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോഴാണ് തമ്പുരാന്റെ വലിയ അനുഗ്രഹവും കൃപയും നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ് വിശുദ്ധി, അല്ലെ? വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. അങ്ങനെയാണ് വചനം പറഞ്ഞു വെക്കുക. അപ്പം വിശുദ്ധിയോടുകൂടെ വേണം നമുക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ
വിശുദ്ധരായി തീരും. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നതാണ്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരുമെന്ന്. അടുത്തത് മൂന്നാമത്തെ ഒരു മനോഭാവമാണ് ഭയവും ഭക്തിയും. അല്ലെ, വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഇത് കാണുന്നുണ്ട്. ഭയവും ഭക്തിയും. തിരു സാന്നിധ്യത്തിന്റെ മുൻപില്, ജീവനുള്ള ദൈവത്തിന്റെ മുൻപിലാണ് നമ്മള് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് നിൽക്കുന്നത്. അല്ലെ, അപ്പം തിരു സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു മനോഭാവമാണ് എന്ത്? ഭയവും ഭക്തിയും. പരിശുദ്ധ പരമ ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ള ആ വലിയ ബോധ്യം. അല്ലെ, നമ്മുടെ ഉള്ളും നമ്മൾക്കുള്ളതും നമ്മുടെ ഉള്ളവുമെല്ലാം കാണുന്നവനായ ദൈവത്തിന്റെ മുൻപില് നാം ആയിരിക്കുന്ന ഒരവസ്ഥ. അവിടെ ഭയഭക്തികളോടെ തമ്പുരാന്റെ മുമ്പിലായിരിക്കുക. നാലാമതായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും ഏകാഗ്രമായിട്ട് ബലിയർപ്പിക്കേണ്ട സമയമാണത്. പക്ഷെ പലപ്പോഴും നമുക്ക് ഒരു 15 മിനിറ്റ് കൂടുതലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്രദ്ധയോടെ ആയിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ശ്രദ്ധ മാറിപ്പോയി എന്ന് പറയുമ്പോൾ നമുക്ക് തിരികെ വരുവാനുള്ള സമയമുണ്ട്. ഈശോയെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ മാറിപ്പോയി, എനിക്ക് പല കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചു പോയി എന്ന് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിച്ച് തിരിച്ചു വരുവാനുള്ള അവസരം ഈശോ നമുക്ക് തരുന്നുണ്ട്. അപ്പം ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന്റെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു പ്രാർത്ഥന. അപ്പം ഭയവും ഭക്തിയും ശ്രദ്ധയും എല്ലാം അവിടെ ഒരുമിച്ച് ചേരുന്നുണ്ട്. അല്ലെ, അപ്പൊ ശ്രദ്ധയോടുകൂടെ തമ്പുരാന്റെ മുമ്പിലായിരുന്നുകൊണ്ട് ബലിയർപ്പിക്കാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അഞ്ചാമത്, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഒരു ഹൃദയം. കഴുകി ശുദ്ധമാക്കപ്പെട്ട ഒരു ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ കുംഭസാരത്തിലൂടെ തമ്പുരാന്റെ മുമ്പില് ഏറെ എളിമയോടും കൂടെ പാപാവസ്ഥകളെല്ലാം കഴുകിക്കളഞ്ഞ് വിശുദ്ധിയോടുകൂടെയുള്ള ഒരു ബലിയർപ്പണം. അല്ലെ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് അളവില്ലാതെ അവിടുന്ന് ചൊരിയുന്നു. ആത്മാവിൽ ശുദ്ധതയുള്ളവര് അല്ലെങ്കിൽ ആത്മാവിൽ വിശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുക എന്ന് നമ്മൾ വചനത്തിലൂടെ വായിക്കുന്നുണ്ട്. അല്ലെ, അപ്പം വിശുദ്ധമായ ഒരു ഹൃദയത്തോടെ തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന് ആ വിശുദ്ധ ബലിയെ പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം. ആറാമതായിട്ട്, വെടിപ്പാക്കപ്പെട്ട മനസാക്ഷി. വെടിപ്പാക്കപ്പെട്ട മനസാക്ഷി എന്ന് പറയുന്നത് അതിനോട് തന്നെ കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാം. അല്ലെ, മനസ്സില് കളങ്കമില്ലാത്ത, എളിമയുള്ള, തെളിമയുള്ള, വിശുദ്ധിയുള്ള ഹൃദയം. വെടിപ്പാക്കപ്പെട്ട മനസാക്ഷി. അല്ലെ, നമ്മള് ഒരു പാപം ചെയ്യുവാനായിട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. അല്ലെ, എങ്ങനെയൊക്കെ അതിനെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ പെട്ടെന്നൊരു പാപം അങ്ങ് ചെയ്യുവാണോ? ഇല്ല, നമ്മുടെ മനസ്സിലായിരിക്കും ആദ്യം അത് മുളയെടുക്കുന്നത്. അപ്പം പാപമെല്ലാം കഴുകിക്കളഞ്ഞ് വെടിപ്പാക്കപ്പെട്ട ഒരു മനസാക്ഷിയോടുകൂടെ വേണം നമ്മള് തമ്പുരാന്റെ മുമ്പിലേക്ക് വിശുദ്ധ ബലിക്കായിട്ട് കടന്നു ചെല്ലുവാനായിട്ട്. ഏഴാമതായിട്ട്, ഉറച്ച വിശ്വാസം. ഈ വിശുദ്ധ കുർബാനയില് ദിവ്യകാരുണ്യത്തില് തമ്പുരാനുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അല്ലെ, നമ്മുടെയൊക്കെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയ വിശ്വാസം, അതാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണേണ്ടത്. വിശുദ്ധ കുർബാനയിൽ നമ്മോട് കൂടെ വസിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യം എടുത്ത് ഉയർത്തി ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് വൈദികൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള ആഴപ്പെട്ട ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നും, ഈശോയെ ആഴമായ ഒരു വിശ്വാസം എനിക്ക് നൽകണമേ. നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയെ കാണുവാനോ വിശുദ്ധ കുർബാനയിലെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനോ ശ്രമിച്ചാൽ അതൊരിക്കലും നമുക്ക് നടക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? വിശ്വാസം ഉണ്ടായിരിക്കണമെന്ന്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ഇനി എട്ടാമത്തെ കാര്യമാണ് പരിപൂർണ സ്നേഹം. പരിപൂർണ സ്നേഹം എന്ന് പറയുന്നത് എന്താ? ഈശോയെ കുറിച്ച് നമ്മൾ പറയും, കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ബുക്കുകളിൽ എഴുതി വെച്ച ആദ്യത്തെ വാക്ക് എന്താണ്? ഗോഡ് ഈസ് ലവ്. അല്ലെ, നമ്മളൊന്നും ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടോ ഒന്നും എഴുതിയതായിരിക്കില്ല. സിസ്റ്ററൊക്കെ ഇംഗ്ലീഷ് എഴുതാൻ പഠിച്ച കാലഘട്ടത്തില് ഏറ്റവും ആദ്യം എഴുതിയ വാക്ക് എന്ന് പറയുന്നത് ഗോഡ് ഈസ് ലവ് എന്നുള്ളതാണ്. ഏതെല്ലാ നോട്ട് ബുക്കിന്റെ ആദ്യം കാണും ഈ ഗോഡ് ഈസ് ലവ്. ആ ദൈവത്തിന്റെ സ്നേഹം അന്നൊന്നും അത്രമാത്രം അറിഞ്ഞിട്ടില്ല എങ്കിലും പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങള് അറിയാതെ തന്നെ ദൈവം നിയന്ത്രിക്കുന്നതായിട്ട് മാറ്റപ്പെടും. അപ്പം
ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മൾ ചെയ്യുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നവനാണ് ആര്? ഈശോ പിതാവ്, അല്ലേ? അപ്പം നന്മ ചെയ്യുവാന്, നന്മ പ്രവർത്തിക്കുവാന്, നന്മ ചിന്തിക്കുവാനൊക്കെ നമുക്ക് സാധിക്കണം. അപ്പം ഈ പരിപൂർണ സ്നേഹം നമ്മൾ അഭ്യസിക്കണം ഈശോയുടെ തിരുസന്നിധി. നമ്മൾ നടക്കുന്ന വഴിയിലും നമ്മൾ ഒരു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് ആർക്കും സമർപ്പിക്കാം? ഈശോയോട് പറയാം, അല്ലെ? ഒരു കൂട്ടുകാരനെ പോലെ ഈശോയോട് നമുക്ക് സംസാരിക്കാം. ഈശോയെ, എൻ്റെ കൂടെ വരണം, ഇന്ന പ്രവൃത്തി ചെയ്യണം, ഞാൻ പഠിക്കാൻ പോവാണ്, എൻ്റെ കൂടെ ഇരുന്ന് എന്നെ പഠിപ്പിക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈശോയോട് സ്നേഹ സംഭാഷണം ചെയ്തുകൊണ്ട് ഈശോയെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും. ഇനി വിശുദ്ധ കുർബാനയുടെ ഫലങ്ങള്, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന നമ്മൾ പറഞ്ഞു, സഭയുടെ ഏറ്റവും വലിയ നിധിയും സമ്പത്തുമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇനി വിശുദ്ധ കുർബാനയാണ് സഭയെ നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 1396 പറയുന്നുണ്ട്, ദിവ്യകാരുണ്യത്തിൽ നിന്നുമാണ് സഭ അവളുടെ ജീവൻ സ്വീകരിക്കുന്നത് എന്ന്. ദിവ്യകാരുണ്യത്തിൽ നിന്നുമാണ് സഭ അവളുടെ ജീവൻ സ്വീകരിക്കുന്നത് എന്ന്. അപ്പം അത്രമാത്രം സഭയെ നിർമ്മിക്കുന്ന, അതായത് സഭയെ പടുത്തുയർത്തുന്ന, സഭയെ നിലനിൽക്കുവാനായിട്ട് പ്രചോദിപ്പിക്കുന്ന, ഇന്നും സഭ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് എന്തിലൂടെയാണ്? ദിവ്യകാരുണ്യത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഹെൻറി ദ ലൂബക് പറഞ്ഞു, ദിവ്യകാരുണ്യം സഭയെ നിർമ്മിക്കുന്നു. സഭാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വളർത്തിക്കൊണ്ടാണ് സഭ നിർമ്മിക്കപ്പെടുന്നത്. സഭാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്തിക്കൊണ്ട്. കാരണം ഓരോ വിശുദ്ധ കുർബാനയിലും സഭാമക്കൾ ഒരുമിച്ച് ചേരുന്നു, ഐക്യത്തോടെ ആയിരിക്കുന്നു. ഐക്യത്തിന്റെ കുദാശയാണ് എന്ത്? വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ വിശുദ്ധ കുദാശയ്ക്ക് അണയുന്ന മക്കൾ എല്ലാവരും സ്നേഹത്തിൽ ഒന്നാകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സഭയെ നിർമ്മിക്കുന്നു എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ജീവന്റെ സമൃദ്ധി. നമുക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. അപ്പം നമുക്ക് ആത്മീയ ജീവൻ നൽകുന്നു, അല്ലെ? ഈ ആത്മീയ ജീവൻ നമ്മില് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഭൗതിക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അനുഗ്രഹവും അവിടുന്ന് പ്രദാനം ചെയ്യും. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാണ്, അല്ലെ? എവിടെയാണ്? വിശുദ്ധ കുർബാനയില് തിരുവോസ്തി എടുത്ത് ഉയർത്തുമ്പോൾ വൈദികൻ ചെല്ലുന്ന പ്രാർത്ഥനയാണത്. എന്താണ്? സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാണ്. വിശുദ്ധ പാദ്രേ പ്രിയോ പറയുന്നുണ്ട്, ആകാശത്തിൽ സൂര്യൻ ഇല്ലാതായാലും ലോകം നിലനിന്നു എന്ന് വരാം, എന്നാൽ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യ കാരുണ്യമില്ലാതെ ലോകത്തിന് നിലനിൽപ്പില്ല എന്ന്. അത് തന്നെയാണ് പറഞ്ഞു വെക്കുക വിശുദ്ധ കുർബാന സഭയെ സ്ഥാപിക്കുന്നു എന്ന്. അപ്പം സൂര്യൻ ഇല്ലാതെ പോയാലും വിശുദ്ധ കുർബാന ഇല്ല എങ്കിൽ ലോകമില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത് മനുഷ്യബന്ധങ്ങളുടെ ആഴപ്പെടൽ. അപ്പൊ നമുക്കറിയാം അല്ലെ, ഓരോ വിശുദ്ധ ബലിയിലും സ്നേഹത്തോടെ ഐക്യത്തോടെ കടന്നു വരുന്ന ദൈവജനം. അവിടെ സ്നേഹത്തിന്റെ ആഘോഷമാണ് നടക്കുന്നത്, ഐക്യത്തിന്റെ ആഘോഷമാണ് നടക്കുന്നത്. സഹോദരങ്ങൾ തമ്മില് പരസ്പരം ബന്ധപ്പെടുന്നു, അല്ലേ? നമ്മള് എന്താണ്? സ്നേഹത്തിന്റെ ഇടപെടലുകളാണ് ഓരോ വിശുദ്ധ ബലിയിലും നടക്കുന്നത്. നാലാമതായിട്ട് പാപത്തെ അകറ്റുന്നു, ആസക്തികളെ നിർവീര്യമാക്കുന്നു. പാപത്തെ അകറ്റാൻ വിശുദ്ധ കുർബാനയെ മലങ്കര കുർബാനാക്രമത്തിലൊക്കെ തീക്കട്ട എന്നാണ് പറയുന്നത്, അല്ലേ? പിന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, പിന്നെ കൊടലുകൊണ്ടെടുത്ത അഗ്നി നാവിൽ സ്പർശിച്ചു, അല്ലേ? അത് വിശുദ്ധ കുർബാനയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാ പറയുന്നത്. വിശുദ്ധ കുർബാനയാണ് അതിലൂടെ പറഞ്ഞു വെക്കുക. വിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട നാവിൽ തൊട്ട് കഴിയുമ്പോൾ അശുദ്ധി മാറുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ വിശുദ്ധ ബലിയിലും പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ തമ്പുരാന്റെ വലിയ സ്നേഹം, തമ്പുരാന്റെ അതേ വിശുദ്ധി നമ്മിലേക്ക് ഒഴുകുകയാണ്, അല്ലെങ്കിൽ പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിഹാര രഹസ്യമായ വിശുദ്ധ കുർബാനയ്ക്ക് പാപമോചക ശക്തിയുണ്ട്. അതുകൊണ്ട് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ദൈവത്തിന്റെ ശരീരവും രക്തവും ഓരോ വിശുദ്ധ കുർബാനയില് ഓരോ നിമിഷവും നമുക്ക് സ്വീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാനായിട്ട് ദിവ്യകാരുണ്യത്തിലൂടെ സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ലഭിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും
പങ്കെടുക്കുവാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിൽ പങ്കെടുക്കുകയും വേണം. ഒരുപക്ഷെ കുറച്ച് സമയമൊക്കെ നീണ്ടു പോകുമായിരിക്കും, എങ്കിലും ആ വിശുദ്ധ കുർബാനയില് ഈശോയുടെ ജനന മരണ ഉദ്ധാന രഹസ്യങ്ങളെ പ്രഘോഷിക്കുന്ന വിശുദ്ധ കുർബാനയില് ഏറെ ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും താല്പര്യത്തോടും ആഴമായ വിശ്വാസത്തോടും കൂടെ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ചൊരിയുന്ന അനുഗ്രഹം എത്രയോ വലുതായിരിക്കും. അളവില്ലാത്ത അത്രയേറെ അനുഗ്രഹങ്ങള് വിശുദ്ധ ബലിയിലൂടെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കും. ഈ വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി വിശുദ്ധ കുർബാനയുടെ അപ്പസ്തോലൻ, നമ്മുടെയൊക്കെ ഒരു യുവ സുഹൃത്ത്, ഒരു വിശുദ്ധനായിട്ട് ഈ അടുത്ത കാലത്ത് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ആരാണെന്നറിയാവോ? വിശുദ്ധ കാർലോ അക്വിറ്റസ് അല്ലെ? ദിവ്യകാരുണ്യത്തിന് വെറും 11 വയസ്സുള്ളപ്പോൾ തന്നെ കമ്പ്യൂട്ടറിന്റെ കാര്യത്തില് മഹാവിദഗ്ധനായിരുന്നു അവൻ. പക്ഷെ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളെല്ലാം അവൻ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് അല്ലെ? ആ 11 വയസ്സിൽ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഫോട്ടോകളും എല്ലാം അവൻ ഈ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തു. സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് അവൻ തുറന്നു. 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ഈ 15 വയസ്സുള്ള കാർലോ അക്വിറ്റസ് പിന്നെ ലോകത്തിന്റെ മുൻപില് അവതരിപ്പിച്ചു എന്നാ പറയാ. കാർലോ അക്വിറ്റസിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന എല്ലാ ദേവാലയങ്ങളും കാണുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അവൻ മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന എല്ലാ ദേവാലയങ്ങളും സന്ദർശിക്കണം. അങ്ങനെ അവൻ എല്ലാം ഒന്നും കാണുവാനായിട്ട് സാധിച്ചില്ല, എങ്കിൽ തന്നെയും കൂടുതലും ദേവാലയങ്ങളിലും സന്ദർശിച്ചു, പ്രാർത്ഥിച്ചു. ഈ ദിവ്യകാരുണ്യത്തിന്റെ വലിയ അനുഭവം ലോകത്തിന്റെ മുൻപിലേക്ക് വെളിപ്പെടുത്തി. അങ്ങനെ 15 വയസ്സ് മാത്രം പ്രായമുള്ള കാർലോ അക്വിറ്റസ് ഇന്ന് അൾത്താരയില് വണങ്ങപ്പെടുന്നു, വിശുദ്ധ കാർലോ അക്വിറ്റസ് ആയിട്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളവർക്കും വിശുദ്ധ കുർബാനയിലൂടെ, അതായത് ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിശുദ്ധിയിലേക്ക് കടന്നു വരാമെന്നുള്ള വലിയ ഒരു തെളിവാണ് കാർലോ അക്വിറ്റസ്. നമ്മളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുണ്ട് അല്ലേ? ഇപ്പോഴത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ട് സമയമില്ല ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അല്ലേ? എന്തുകൊണ്ടാ? നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറി നമ്മൾ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ കാണുവാനായിട്ടും ദിവ്യകാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട തമ്പുരാനെ കുറിച്ച് പറയുവാന് അല്ലെങ്കിൽ തമ്പുരാനെ സ്നേഹിക്കുവാന് നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ വിശുദ്ധയുള്ളവരായിട്ട് നമുക്ക് മാറാം. വിശുദ്ധരായിട്ട് മാറുവാനായിട്ട് നമുക്കും സാധിക്കുന്നേ. അതുകൊണ്ടാണ് കാർലോ അക്വിറ്റസ് കണ്ടില്ലേ, അവന്റെ ലുക്കിമിയ വന്ന് ബാധിച്ച് അവനായിരിക്കുമ്പോഴും ദിവ്യകാരുണ്യത്തെ കുറിച്ച് കൂടുതൽ അറിയുവാന്, ദിവ്യകാരുണ്യത്തിന്റെ വലിയ സ്നേഹം പ്രഘോഷിക്കുവാന്, ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തുവാന്, അങ്ങനെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഒത്തിരിയേറെ മക്കളെ ആനയിക്കുവാനായിട്ട് കാർലോ 15 വയസ്സ് മാത്രമുള്ള കാർലോ അക്വിറ്റസിന് സാധിച്ചു. തമ്പുരാന്റെ മുമ്പിൽ ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം. ഈ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ ഓരോ വിശുദ്ധ ബലിയിലും എന്റെ നാവിലേക്ക് ദിവ്യകാരുണ്യമായി കടന്നു വരുന്ന നാഥൻ, നമ്മുടെ നാവിലൂടെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങള് അതൊന്നും കണക്കിലാക്കാതെ നമ്മുടെ നാവിലേക്ക്, നമ്മുടെ ഹൃദയത്തിൽ അലിയുവാൻ, നമ്മിൽ ഒന്നായി തീരുവാൻ കടന്നു വരുന്ന ഈശോ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം. ഓരോ നിമിഷവും നാം ജീവിക്കുവാനായിട്ട് ഈശോ നമ്മളെ അനുവദിക്കുമ്പോൾ എത്രമാത്രം കാരുണ്യമാണ് അവിടുന്ന് നമ്മളോട് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ, ആഴമായ വിശ്വാസത്തോടു കൂടെ ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കുവാൻ എൻ്റെ ജീവനും ജീവിതവും ജീവിത നിയോഗങ്ങളുമെല്ലാം ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ പ്രഭാതവും ആരംഭിക്കുവാൻ ഈശോയെ എന്നെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോ നടപ്പിലും ഓരോ കാൽവെപ്പിലും ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹം ഈ സുഹൃത ജപത്തിലൂടെ നമുക്ക് ഓരോ നിമിഷവും പ്രകടിപ്പിക്കാം.
ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കാം. എല്ലാ മക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി കുറച്ച് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വീഡിയോ ഇതിൽ അപ്ലോഡ് ഇടുന്നുണ്ട്. മക്കള് കാണണം, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കണം, ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയില് വിശ്വാസത്തില് എല്ലാം നിങ്ങൾ ആഴപ്പെടണം. ഈശോ അനുഗ്രഹിക്കട്ടെ. പരം വർഷങ്ങൾക്ക് മുൻപ് ഇറ്റലിയിലെ ലാഞ്ചാനോ എന്ന ദേവാലയത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ദിവ്യബലിമധ്യേ പരിശുദ്ധ കുർബാന മാംസരക്തങ്ങളായി മാറി. AD 700 ഇത് സംഭവിച്ചത്. അതായത് 1306 വർഷങ്ങൾക്ക് മുൻപ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പോപ്പലോ മറ്റു ജീർണതയോ കൂടാതെ ഇത് നിലനിൽക്കുന്നു എങ്കിൽ അതുതന്നെ ഒരു അത്ഭുതമാണ്. സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം. രക്തം വമിച്ച തിരുവോസ്തി. സൗത്ത് അമേരിക്കയിലെ ബഥാനിയ എന്ന സ്ഥലത്തെ മരിയ എസ്പിരാൻസ എന്ന ജീവിച്ചിരിക്കുന്ന പഞ്ചക്ഷതധാരിയായ വീട്ടമ്മയുടെ ഭവനത്തിലെ പ്രാർത്ഥനാലയത്തിൽ ഫാദർ ഓട്ടി എന്ന വൈദികൻ ദിവ്യബലി അർപ്പിച്ചു. ദിവ്യബലി മധ്യേ പരിശുദ്ധ കുർബാനയിൽ നിന്നും രക്തത്തുള്ളികൾ ഒഴുകി. 1991 ഡിസംബർ 8 ഇത് സംഭവിച്ചത്. ഇതാണ് രക്തം വമിച്ച തിരുവോസ്തി. 1998 നവംബർ 13 ഡാൻഫോർഡ് എന്ന സന്ദർശകൻ തന്റെ വീഡിയോ ക്യാമറയിൽ രക്തം വമിച്ച തിരുവോസ്തിയുടെ ചിത്രം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തിരുവോസ്തി കത്തിജ്വലിക്കുന്നതായി കണ്ടു. അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ജ്വലിക്കുന്ന തിരുവോസ്തിയുടെ ചിത്രം. ഇതാണ് കത്തുന്ന തിരുവോസ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവ്യകാരുണ്യ അത്ഭുതം. തിരുവോസ്തിയിൽ ഞാനെന്നേശുവേ നിന്റെ തിരുമുഖം കണ്ടു. തിരുവോസ്തിയിൽ ഞാനെന്നേശുവേ നിന്റെ തിരുമുഖം കണ്ടു. എത്ര മനോഹരം, എത്ര ചേതോഹരം, എത്ര മനോഹരം, എത്ര ചേതോഹരം. എന്തെന്തു പാവനം നിന്റെ രൂപം, നിന്നെ കൂടാതെ എനിക്കില്ല ജീവിതം. ഇനി നിന്നോടു ചേർന്നാണെൻ ജീവിതം. നിന്നെ കൂടാതെ എനിക്കില്ല ജീവിതം. ഇനി നിന്നോടു ചേർന്നാണെൻ ജീവിതം. പ്രിയ കുഞ്ഞുമക്കളെ, നമുക്കൊരു അക്ഷസോങ് കളിച്ചാലോ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് അക്ഷസോങ് കളിക്കാം. ഈ താളമെല്ലാം ഉയരുമ്പോൾ മേളമെല്ലാം ഉയരും.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2 ദിവസങ്ങളായിട്ട് നിങ്ങൾ ഈശോയോടൊപ്പമായിരുന്നു. ഈശോയോടൊപ്പം ആടിയും പാടിയും ചിന്തിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ആയിരുന്നപ്പോൾ എത്ര സന്തോഷമായിരുന്നു അല്ലേ? സന്തോഷത്തോടെ ആയിരുന്ന എല്ലാ കുഞ്ഞുങ്ങളും വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ ഒച്ചത്തിൽ പറയട്ടെ, ഹല്ലേലൂയ. ഇനി അല്പസമയം നമ്മൾ ഈശോയുടെ അമ്മയായ, നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായ പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കുറെ അമ്മമാര് അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈശോയുടെ അടുക്കിലേക്ക് വന്നു. ഇത് കണ്ട ശിഷ്യന്മാർ എന്താ ചെയ്തേന്നറിയാവോ? അവരാ അമ്മമാരെ എല്ലാം തടഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയേണ്ട, എന്തെന്നാ സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ് എന്ന്. നോക്കിക്കേ, ഈശോ പറയുന്നത് നിങ്ങളെ പോലുള്ളവരുടേതാണ് സ്വർഗരാജ്യം എന്നാ ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കൊരു വീഡിയോ ക്ലിപ്പിംഗ്സിലൂടെ ഈശോയുടെ ആ വലിയ സ്നേഹം കാണാം. Master is in need of rest. Please. Peter, James. Suffer the little children to come unto me. And forbid them not. For of such is the kingdom of God. Verily I say unto you, whosoever shall not receive the kingdom of God as a little child shall in no wise enter therein. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? എത്രമാത്രം സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഈശോ കുഞ്ഞുങ്ങളോടൊപ്പമായിരിക്കുന്നത്. ഈ ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, നമ്മെ വളർത്തുന്ന ഒരാളുണ്ട്, പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചിട്ടുള്ള ഒരാളെ പോലും ഇന്നുവരെ അമ്മ വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ എന്താ സംഭവിച്ചതെന്നറിയാവോ? വെള്ളം വീഞ്ഞായി മാറുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമാണിത്. നിങ്ങൾ നിങ്ങളുടെ പഠന മേഖലയില്, നിങ്ങളുടെ ആവശ്യങ്ങളില്, നിങ്ങളുടെ നിയോഗങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചോ? തീർച്ചയായും നിങ്ങൾക്ക് വെറും കൈയോടെ പോകേണ്ടി വരികയില്ല. സർവ്വ നന്മകളുടെയും ഉറവിടമായ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്കും അനുഗ്രഹങ്ങൾ വർഷിക്കും. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ലൂർദ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. കുട്ടികളെ ലൂർദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ബെർണദീത്ത പുണ്യവതിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ദിവസേന ദിവ്യകാരുണ്യ പ്രദർശനം ലൂർദിൽ നടക്കുന്നു. ഈ ദിവ്യകാരുണ്യ പ്രദർശന സമയത്ത് ഒട്ടേറെ രോഗികൾ സൗഖ്യമാക്കപ്പെടുന്നു. ഇതറിഞ്ഞ ഒരു കുടുംബം 2 കാലിന് സ്വാധീനമില്ലാത്ത തൻ്റെ ഏക മകളെയും കൊണ്ട് ലൂർദിലേക്ക് പുറപ്പെട്ടു. 3 ദിവസത്തേനാണ് അവർ ലൂർദിലേക്ക് പുറപ്പെട്ടത്. ആദ്യ ദിവസം ദിവ്യകാരുണ്യ പ്രദർശന സമയത്ത് തൻ്റെ കുഞ്ഞിനെ ആ മാതാപിതാക്കൾ ആ വഴിയരികിൽ കിടത്തി. ദിവ്യകാരുണ്യവുമായി അച്ഛൻ കടന്നു വരുന്നു. ഒത്തിരിയേറെ രോഗികൾ സൗഖ്യമാക്കപ്പെടുന്നത് ആ മാതാപിതാക്കൾ കാണുന്നുണ്ട്. അവരുടെ ഹൃദയത്തിലും വലിയ പ്രതീക്ഷയാണ്, ഇതെന്റെ കുഞ്ഞിനെയും ഈശോ സൗഖ്യമാക്കും. അങ്ങനെ ആ കുഞ്ഞിന്റെ അടുത്തും ദിവ്യകാരുണ്യം എത്തി. എന്നാൽ അന്നൊന്നും സംഭവിച്ചില്ല. ദിവ്യകാരുണ്യം ആ കുഞ്ഞിനെ കടന്നുപോയി. 2-ാം ദിവസം
അന്നും വലിയ പ്രതീക്ഷയോടെ മാതാപിതാക്കൾ കുഞ്ഞിനെ ദിവ്യകാരുണ്യ പ്രദർശനം നടത്തുന്ന സ്ഥലത്തെത്തിച്ചു ആ വഴിയരികിൽ കിടത്തി. അച്ഛൻ ദിവ്യകാരുണ്യവുമായി കടന്നു വരികയാണ്. പല രോഗികളും ചാടി എഴുന്നേൽക്കുന്നത് ഈ മാതാപിതാക്കൾ കാണുന്നുണ്ട്. അവരുടെ ഹൃദയത്തിലും വലിയ പ്രതീക്ഷയാണ്, എൻ്റെ കുഞ്ഞും ഇന്ന് സൗഖ്യമാകും. അങ്ങനെ ദിവ്യകാരുണ്യം കുഞ്ഞിന്റെ അടുത്തും എത്തുന്നു. കുഞ്ഞിന്റെ ഇടത്തും വലത്തുമുള്ള വ്യക്തികൾ സൗഖ്യമാക്കപ്പെടുന്നു. എന്നാൽ കുഞ്ഞിന് മാത്രം യാതൊന്നും സംഭവിക്കുന്നില്ല. ദിവ്യകാരുണ്യം കുഞ്ഞിനെ കടന്നുപോയി. 3-ാം ദിവസം, ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഈശോ എന്തായാലും എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കും. വളരെ പ്രതീക്ഷയോടെ ആ മാതാപിതാക്കൾ കുഞ്ഞിനെയും കൊണ്ട് ദിവ്യകാരുണ്യ പ്രദർശനം നടത്തുന്ന സ്ഥലത്തെത്തി. കുഞ്ഞിനെ വഴിയരികിൽ കിടത്തി. അച്ഛൻ അങ്ങുന്നേ ദിവ്യകാരുണ്യവുമായി കടന്നു വരുന്ന കാണുമ്പോൾ ഈശോയെ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആ മാതാപിതാക്കളായിരിക്കുകയാണ്. കടന്നു വരുന്ന വഴികളിലെല്ലാം രോഗികൾ ചാടി എഴുന്നേൽക്കുന്നതും സൗഖ്യമാക്കപ്പെടുന്നതുമൊക്കെ ആ മാതാപിതാക്കൾ കാണുന്നുണ്ട്. അവരുടെ ഹൃദയത്തിലും വലിയ പ്രതീക്ഷയായി, എൻ്റെ കുഞ്ഞും ഇന്ന് സൗഖ്യമാക്കപ്പെടും, ചാടി എഴുന്നേൽക്കും. അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തും ദിവ്യകാരുണ്യം എത്തി. പക്ഷേ ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല, ഒരനക്കവും സംഭവിച്ചില്ല. അങ്ങനെ ദിവ്യകാരുണ്യം കുഞ്ഞിനെ കടന്നുപോയി. ആ കുഞ്ഞ് ദിവ്യകാരുണ്യം കടന്നു പോകുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞ് ആ ദിവ്യകാരുണ്യത്തിന് നേരെ കൈനീട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈശോയെ, നീ എന്നെ സൗഖ്യമാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയുമെന്ന്. ആ നിമിഷം തന്നെ ആ കുഞ്ഞ് സൗഖ്യമുള്ളവളായി തീർന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നോക്കിക്കേ, പരിശുദ്ധ അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഈശോ ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. പരിശുദ്ധ അമ്മയെ നിങ്ങൾ കൂട്ടുപിടിച്ചോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായവയെല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരും. നിങ്ങളുടെ പഠന മേഖലയിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞോ. ഈശോയുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായവയെല്ലാം അവിടുന്ന് വാങ്ങിത്തരും. പരിശുദ്ധ അമ്മ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രത്യക്ഷീകരണത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും, കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്? ഫാത്തിമയില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് 10, 8, 6 വയസ്സും മാത്രമുള്ള കുഞ്ഞുങ്ങൾക്കായിരുന്നു. വേറെ പ്രത്യക്ഷീകരണത്തിലേക്ക് കടന്നു നോക്കുമ്പോഴും നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണ് പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് സന്ദേശങ്ങൾ നൽകുന്നത്. ഒരു വീഡിയോ ക്ലിപ്പിംഗ്സിലൂടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് സന്ദേശവുമായി കടന്നു വരുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാം. ഫാത്തിമയിലെ മാതാവ് 1917 മെയ് 13-ാം തീയതി മുതൽ ഒക്ടോബർ 13-ാം തീയതി വരെ എല്ലാ 13-ാം തീയതികളിലും പോർച്ചുഗലിന്റെ മധ്യഭാഗത്തുള്ള ഫാത്തിമ എന്ന സ്ഥലത്ത് 3 കുട്ടികൾക്ക് പരിശുദ്ധ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകി. ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നിവരായിരുന്നു ആ കുട്ടികൾ. 6 മാസങ്ങളിലായി ധാരാളം സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് വെളിപ്പെടുത്തി. താൻ ജപമാല രാജ്ഞിയാണ് എന്നാണ് പരിശുദ്ധ അമ്മ സ്വയം വെളിപ്പെടുത്തിയത്. ധാരാളം ജപമാലകൾ ചൊല്ലുക, വിശുദ്ധ കുർബാനയോട് ഭക്തി ഉണ്ടായിരിക്കുക, ലോകത്തെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക, പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പരിഹാരം ചെയ്തു പ്രാർത്ഥിക്കുക. ഇതാണ് ഫാത്തിമ സന്ദേശങ്ങളുടെ ഉള്ളടക്കം. ലൂർദ് മാതാവ്. ഒരു കൊച്ചു ഗ്രാമമാണ് ലൂർദ്. കടുത്ത ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലമുള്ളവരായിരുന്നു അവിടുത്തെ ജനങ്ങൾ. 1858 ഫെബ്രുവരി 11-ാം തീയതിയാണ് പരിശുദ്ധ അമ്മ ബെർണദീത്ത എന്ന 14-കാരിക്ക് പ്രത്യക്ഷപ്പെട്ടത്. മുട്ടുമേൽ നിന്ന് ധാരാളം ജപമാല ചൊല്ലുക അവളുടെ ഇഷ്ടവിനോദമായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമായി വിറവുകൾ ശേഖരിക്കുവാനായി പോയ ഒരവസരത്തിൽ
അവൾ പരിശുദ്ധ കന്യകാമറിയത്തെ തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിച്ചു. 1858 ജൂലൈ 16 പരിശുദ്ധ അമ്മ വിശുദ്ധ ബർണദീത്തായ്ക്ക് അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. പിന്നീടുള്ള തന്റെ ജീവിതം ഒരു സമർപ്പിതയായി അവൾ ചെലവഴിച്ചു. വേളാങ്കണ്ണി മാതാവ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തിയാർജിച്ച മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വേളാങ്കണ്ണി ദേവാലയം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നിർദ്ദേശപ്രകാരം പണി കഴിപ്പിച്ച ഈ ദേവാലയത്തിന് പിന്നിൽ 3 പ്രധാന സംഭവങ്ങളാണുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ നടന്നുവെന്ന് കരുതപ്പെടുന്ന സംഭവം ഇപ്രകാരമാണ്. ഒരു അക്രൈസ്തവ ബാലൻ പാൽ വിൽക്കുവാനായി പോകുന്ന വഴിയിൽ വിശ്രമിക്കാനൊരുങ്ങവേ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായി വന്ന് തന്റെ കുഞ്ഞിനു വേണ്ടി പാൽ ആവശ്യപ്പെട്ടു. കനിവ് തോന്നിയ ബാലൻ തന്റെ പാത്രത്തിൽ നിന്നും പാൽ നൽകുകയും ചെയ്തു. ഉടമസ്ഥന്റെ ഭവനത്തിലേക്ക് വൈകി എത്തിയതിനെ പ്രതി ക്ഷമയാചിച്ച ബാലനെ ശകാരിച്ച് ഭവനത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന ഉടമസ്ഥൻ കണ്ടത് ബാലൻ പാൽ കൊണ്ടുവന്ന പാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതാണ്. ഇതിൽ അത്ഭുതപ്പെട്ട ഉടമസ്ഥൻ ബാലനെയും കൂട്ടി അമ്മയെയും കുഞ്ഞിനെയും കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് പോവുകയും അവിടെ വച്ച് പരിശുദ്ധ കന്യകാമറിയം ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ട് താൻ യേശുക്രിസ്തുവിന്റെ അമ്മയാണ് എന്ന് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ ദേവമാതാവ് മുടന്തനായ ഒരു ബാലന് പ്രത്യക്ഷപ്പെടുകയും അവന്റെ വൈകല്യം പരിപൂർണമായി സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. ഈ സൗഖ്യം ഗ്രാമത്തെ മുഴുവൻ സ്പർശിച്ച അത്ഭുത സാക്ഷ്യമായി തീർന്നു. മെച്ചുഗോറിയിലെ മാതാവ്. 1981 ജൂൺ 24 മുതൽ വർഷങ്ങളോളം 6 കുട്ടികൾക്ക് പരിശുദ്ധ ദേവമാതാവ് ദർശനം നൽകിക്കൊണ്ടിരുന്നു. സമാധാനത്തിന്റെ അമ്മയായിട്ടാണ് പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തിയത്. ഒരു സ്നേഹിതയെ പോലെ പരിശുദ്ധ അമ്മ അവരോട് സംസാരിക്കുമായിരുന്നു. മെച്ചുഗോറി സന്ദേശത്തിന്റെ കാതൽ ഇതാണ്: പ്രാർത്ഥനയിലൂടെ സമാധാനം കണ്ടെത്തുക, ഉപവാസം അനുഷ്ഠിക്കുക. പരിശുദ്ധ അമ്മ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നത് നമ്മൾ കണ്ടു. ഇതുപോലെ നിഷ്കളങ്കരും നിർമ്മലരുമായിരിക്കുവാന് പരിശുദ്ധ അമ്മ കുഞ്ഞുങ്ങളായ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ അംബ്രോസ് പറയുന്നു, പരിശുദ്ധ ദേവമാതാവ് സ്വർഗത്തിലേക്കുള്ള കോമണിയാണ്. ഈ കോമണി വഴിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. മനുഷ്യർ ഈ കോമണി വഴിയാണ് സ്വർഗത്തിലേക്ക് കയറി പോകേണ്ടതും. അതായത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ നന്മയുടെ വഴിയിലൂടെ ചരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, കപ്പൽ യാത്രക്കാർക്ക് കടലിൽ ദിശ കാണിക്കുന്ന പ്രകാശഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് ഇഹലോക ജീവിതമാകുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മയെന്ന്. പരിശുദ്ധ അമ്മയെ നമ്മൾ എപ്പോഴൊക്കെ മുറുകെ പിടിച്ചോ അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ സന്നിധിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും.
ഫാത്തിമായിലും ലൂർദിലുമൊക്കെ പരിശുദ്ധ അമ്മ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ജപമാലകൾ കൂടെ കൂടെ ചെല്ലുവാനും കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികൾ ചെയ്യുവാനുമൊക്കെ അവർ സന്നദ്ധരാകുന്നു. കുട്ടികളെ, നിങ്ങളും പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാധ്യസ്ഥ യാചിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ ഒത്തിരി ഒത്തിരി ജപമാലകൾ ചൊല്ലുവാൻ, കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികൾ ചെയ്ത് ഈശോയിലേക്ക് വളരുവാൻ നിങ്ങളെയും സഹായിക്കും. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് നാം ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ എല്ലാം നന്മയായി കാണുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ പോകാനിറങ്ങുന്ന ജിത്തു എന്ന കൊച്ചുകുട്ടിയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. ജിത്തുമോനെ, ഭക്ഷണം കഴുകി. അമ്മ ഞാൻ പോവാണ്ട. ജിസ്ന നിൽക്ക്, നമുക്ക് ഒരുമിച്ച് പോകാം. നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനിപ്പോ പോകും. നിങ്ങളുടെ പിണക്ക് ഇതുവരെ മാറിയില്ലേ? അന്ന് ഞാൻ തമാശയായി പറഞ്ഞത് അവൾ ഇത്രയും വേദനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പലവട്ടം ക്ഷമ ചോദിച്ചിട്ടും അവൾ മിണ്ടാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ വിട്ടോടാ, ഇന്ന് റയലിന്റെ കളി ഉണ്ടോ? ഓ, എന്തോന്ന് കളി. ചേട്ടാ വാ, നമ്മൾക്ക് വീട്ടിൽ പോവാം. ഇതിന്റെ അനിയനാണ്. എന്താ മോന്റെ പേര്? ഈശോയുടെ ജിത്തുമോൻ. മനുഷ്യനൊന്ന് നാണം കെടുത്താതെ വീട്ടിൽ പോവാമോ? ആ നീ പോരെ, കാര്യം നടന്നൊന്നുമില്ല. അവിടെ എന്തോ അപകടം നടന്നെന്ന് തോന്നുന്നു. ആരെങ്കിലും തന്നെ അമ്മേ. ചേട്ടന്മാരെ, ഈ ചേട്ടൻ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എങ്ങനെ കൊണ്ടുപോകും? ഇവിടെ വണ്ടി ഒന്നും വരുന്നില്ലല്ലോ. നമുക്ക് ഈ വണ്ടി കൊണ്ടുപോവാം. അമ്മേ, അമ്മേ. ഗോഡ്വിൻ, ജസ്വിൻ, എന്താ അവിടെ? പാടാ അവിടെ. ഓരോരോ പൊല്ലാപ്പുകള്. ഇതിന്റെ പിന്നാലെ നടന്നാലേ പോലീസ് കേസാകും. പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറേണ്ടി വരും. കേറിയാ. അമ്മേ, എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടോ. അമ്മേ, അമ്മേ. അയ്യോ, ചോര. ഇനി നമുക്ക് ഒരുമിച്ച് പോകാലോ.
1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജിത്തു മോൻ ആക്സിഡന്റിൽപ്പെട്ട ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇന്നത്തെ ഫേസ്ബുക്കിലെ താരമായിരിക്കുകയാണ്. ഈ മഹത്തായ പ്രവർത്തനത്തിന് ജിത്തു മോന് ABC റേഡിയോയുടെ സല്യൂട്ട്. So guys, check out Jithu Mon in FB and tune into ABC Radio. നീ ഈശോയുടെ ജിത്തുമോൻ തന്നെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ കരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിത്തരും. നന്മയുടെ പാതയിലൂടെ ചരിക്കുവാനായി പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കും. വിശുദ്ധ ജോൺ ബോസ്കോ പറയുന്നു, നിന്നാൽ കഴിവുള്ളത് മുഴുവൻ ചെയ്തുകൊള്ളുക, ബാക്കി ദൈവവും ദൈവമാതാവും കൂടി ചെയ്യുമെന്ന്. ഓരോ വിശുദ്ധനും വിശുദ്ധിയും ആകുവാനുള്ള വിളിയാണ് കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. പരിശുദ്ധ അമ്മ ഒരു വിശുദ്ധനും വിശുദ്ധിയുമായി തീരുവാനായിട്ട് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളായ നിങ്ങൾ ഓരോരുത്തരും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, പരിശുദ്ധ അമ്മേ മാതാവേ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയുടെ കരങ്ങളിലേക്ക് ഈ കുഞ്ഞുമക്കൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, തിരുസുതന്റെ പക്കല് ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. അവിടുത്തെ കാപ്പയ്ക്കുള്ളില് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട ഈശോയെ, ഒരു കൊച്ചു വിശുദ്ധനും വിശുദ്ധിയുമായി വളർന്നു വരുവാന് ഈ കൊച്ചു ഹൃദയങ്ങളെ ഒരുക്കണമേ. നല്ല തമ്പുരാനെ, നിരന്തരം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുവാനുള്ള കൃപ നൽകി ഈ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ 3 ദിവസ ധ്യാനത്തിലൂടെ ലഭിച്ച എല്ലാ നന്മകളും ജീവിതത്തിലുടനീളം നിലനിർത്തുവാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ, എല്ലാവരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളില് മുട്ടിന്മേലായിരുന്നു കൊണ്ട് നമുക്ക് ആരാധനയ്ക്കായി ഒരുങ്ങാം. പരിശുദ്ധ കുർബാനയിൽ സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുമ്പിലാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളായിരിക്കുന്നത്. നിത്യവും ജീവിക്കുന്ന, നമ്മളോടൊപ്പമായിരിക്കുന്ന, മറ്റാരേക്കാളും ഉപരിയായി നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏക വ്യക്തിയും, നമ്മളെ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് അവയ്ക്കുത്തരമരുളുന്ന ഈശോയുടെ മുമ്പിലാണ് ശ്വാസത്തോടു കൂടി നമ്മളായിരിക്കുന്നത്. നമുക്ക് നമ്മെ പൂർണ്ണമായി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിട്ടുകൊടുക്കാം. ഈ ദിവസങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ. ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് നൽകുവാൻ ആഗ്രഹിച്ച മുഴുവൻ കാര്യങ്ങളും വിവിധ വ്യക്തികളിലൂടെ സംസാരിച്ചു. അവിടുന്ന് എൻ്റെ ആത്മാവിനെ സ്പർശിച്ചു. എൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ശരിയായ ബോധ്യം നൽകി. ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരേണ്ടത് എന്തിനാണെന്ന് അവിടുന്ന് എന്നെ പഠിപ്പിച്ചു.
ജീവനോടെ എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈശോ എത്രമാത്രമാണ് എന്നെ സ്നേഹിക്കുന്നതെന്നും പഠിപ്പിച്ചു. അങ്ങനെ മറ്റെല്ലാവരെക്കാളും ഉപരിയായി പെറ്റമ്മ മറന്നാൽ പോലും മറക്കാനാവാത്ത സ്നേഹം നൽകിക്കൊണ്ട് തൻ്റെ കരങ്ങളിൽ എന്നെ എഴുതി സൂക്ഷിച്ച് തൻ്റെ മാറോട് എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു നിമിഷം സ്വസ്ഥമായിട്ടായിരിക്കാം. കർത്താവിൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ ജന്മം. അവിടുന്ന് ജെറമിയ പ്രവാചകനിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന, എൻ്റെ ജീവിതത്തെ തൻ്റെ രൂപത്തിലും ഭാവത്തിലും മെനഞ്ഞ ആ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ, എന്നെ ഏറ്റവും അധികം അറിയാവുന്ന ആ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ നോക്കിയിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അവിടെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. നമ്മൾ നമ്മുടെ അപ്പച്ചൻ്റെയും അമ്മയുടെയും അടുത്ത് ഏറ്റവും സുരക്ഷിതത്വത്തോടുകൂടി അവരുടെ മടിയിലിരിക്കുന്നത് പോലെ ഈ നിമിഷം ഞാനാകുന്ന എൻ്റെ അസ്തിത്വത്തെ മുഴുവൻ വ്യക്തമായിട്ടറിയുന്ന ഈശോയുടെ മുമ്പിൽ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നമുക്കായിരിക്കാം. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ, ഞാനിതാ ഇവിടെ ഇരിക്കുന്നു. അങ്ങയുടെ മകള്, അങ്ങയുടെ മകനിതാ അങ്ങയുടെ മുമ്പിലായിരിക്കുന്നു. എന്നെ ഒന്ന് നോക്കിക്കാണണമേ കർത്താവേ, എന്നെ ഒന്ന് മനസ്സിലാക്കണമേ ഈശോയെ. ഞാനായിരിക്കുന്ന അവസ്ഥകളെ തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ ഈശോയെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ പ്രതാപത്തോടു കൂടി സ്വർഗവാസികളുടെ ആരാധന സ്തുതികളോടുകൂടി ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ, പരിശുദ്ധ ത്രിയേക ദൈവത്തെ നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറന്ന് വിശ്വാസത്തോടെ പാടി ആരാധിക്കാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭാപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞു കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ.
ആരാധനയ്ക്ക് യോഗ്യനായ ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ നമ്മൾ പാടി ആരാധിക്കുകയായിരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. മക്കളെ, നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടു കൂടി ഈ ലോകത്തെ മുഴുവൻ തൻ്റെ കരങ്ങളിൽ ശക്തിയോടെ വഹിക്കുന്ന, ഈ ലോകത്തിൻ്റെ എല്ലാ ഗതിവിഗതികളെയും മനസ്സിലാക്കാൻ കഴിയുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ശാസ്ത്രത്തിനോ ചരിത്രത്തിനോ വിജ്ഞാനത്തിനോ ഒന്നും മനസ്സിലാക്കാനാവാത്ത വിധം ഈ ലോകത്തെ അതിൻ്റെ അച്ചുതണ്ടിൽ സൂക്ഷിക്കുന്ന, അതിനെ ക്രമീകരിക്കുന്ന, എല്ലാത്തിനും ഉത്തരമുള്ള ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. പഴയ നിയമത്തിൽ മോശ ദൈവമായ കർത്താവിൻ്റെ മുഖം കാണുമ്പോഴൊക്കെ മൂടുപടം കൊണ്ട് തൻ്റെ മുഖം മറച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അതിശക്തമാണ് അവൻ്റെ മുഖം, അതിശക്തമാണ് അവൻ്റെ നാമം. അതിശക്തനായ ദൈവത്തെ അവൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി നമുക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ മനസ്സിൽ ഏറ്റുചൊല്ലാം. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും വിശ്വാസത്തോടെ, തമ്പുരാനെ, ഞാനിത് ഏറ്റുചൊല്ലുമ്പോൾ സർവപ്രതാപവാനായ സർവശക്തനായ അങ്ങയുടെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ മാലാഖവൃന്ദത്തോടൊപ്പം നമുക്കും ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഉയരട്ടെ. എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലായിരിക്കാൻ എനിക്ക് എളുപ്പമുണ്ട്. അങ്ങനെ ഞാൻ ഇന്നായിരിക്കുന്ന എൻ്റെ രൂപത്തോടു കൂടി എന്നെ മനഞ്ഞ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുകളെ തുറക്കാം. ഈശോയെ, നീ ശരിക്കും എന്നെ ഒന്ന് കേൾക്കണേ, എന്നെ ഒന്ന് കാണണേ. എൻ്റെ മനസ്സിൻ്റെ അവസ്ഥകൾ, എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥകൾ തമ്പുരാനെ നീ ഒന്ന് കാണണമേ എന്ന് ഏറ്റു പറയാം. ഞാൻ നിൻ്റെ മുമ്പിൽ കടന്നു വന്നത് എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടുന്നത് കാണാനാണ്. ഞാൻ നിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടു കൂടി ആയിരിക്കുന്നത് നിൻ്റെ കരമൊന്ന് എൻ്റെ മേൽ വെച്ച് എന്നെ ആശീർവദിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ നിൻ്റെ മുമ്പിലായിരിക്കുന്നത് നല്ല ഈശോയെ, നീ എന്നെ ഒന്ന് ശ്രവിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഈശോയോട് പറയാം, നമ്മുടെ പ്രതീക്ഷകളെല്ലാം ഈശോയോട് പറയാം. നാഥാ, ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോക ജനത കടന്നു പോകുന്ന ഒത്തിരിയേറെ വേദനകൾ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കുടുംബത്തിലുണ്ട് വേദനകൾ. ഞാനും ബുദ്ധിമുട്ടിലും ദുരിതത്തിലുമാണ്. എൻ്റെ മനസ്സിലുമുണ്ട് വേദനകൾ, എൻ്റെ ശരീരത്തിലുമുണ്ട് അസ്വസ്ഥതകൾ. പലപ്പോഴും ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും ഈശോയെ, അതനുസരിച്ചൊന്നും എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അസ്വസ്ഥതയിലാണ്, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. നീ എന്നെ സഹായിക്കണേ ഈശോയെ, നീ എന്നെ സഹായിക്കണം. ഞാൻ എന്നെ തന്നെ നിനക്ക് വിട്ടു തരികയാ. നിനക്കിഷ്ടമുള്ളതുപോലെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. നീ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി സൗഖ്യപ്പെടുമെന്ന് പ്രാർത്ഥിച്ച തളർവാദ രോഗിയെപ്പോലെ, നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ വൃദ്ധിൻ സുഖമാകുമെന്ന് പ്രാർത്ഥിച്ച ശതാധിപനെ പോലെ ഞാനും ഇതാ തമ്പുരാനെ നിന്റെ മുമ്പിലായിരിക്കുകയാണ്. എന്നെ ഒന്ന് സൗഖ്യപ്പെടുത്തണമേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നിടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. എത്രമാത്രം വിശ്വാസത്തോടു കൂടി എൻ്റെ ഈശോ എന്നെ സഹായിക്കും, എൻ്റെ ഈശോ എന്നെ സ്പർശിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അതുപോലെ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇടപെടുകയാണ്. ഈശോയെ, ഞാൻ ഒത്തിരിയേറെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ വളരാൻ പറ്റുന്നില്ല. എൻ്റെ ബലഹീനതകളും എൻ്റെ അറിവില്ലായ്മകളും എന്നെ പലപ്പോഴും തളർത്താറുണ്ട്. ഞാനിതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു, എന്നെ സൗഖ്യപ്പെടുത്തണമേ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം
14 തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം കാണുന്നു: കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ ഈശോനാഥ, ഈ ലോകത്തിൽ പ്രത്യാശ വയ്ക്കാൻ അങ്ങ് മാത്രമുള്ള എനിക്ക്. അതുകൊണ്ട് നാഥ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. അങ്ങ് മാത്രമേ എനിക്ക് സൗഖ്യം നൽകാനായി ഈ ലോകത്തിലുള്ളൂ. അങ്ങ് മാത്രമേ എൻ്റെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളൂ. നാഥ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളെയാണ് എൻ്റെ ഈശോ സ്പർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലകളെയെല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇത്രമാണ്: നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളെ, നമ്മുടെ ശരീരത്തിൻ്റെ തലങ്ങളെ, ആത്മാവിൻ്റെ തലങ്ങളെ അവൻ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സൗഖ്യപ്പെടേണ്ട ഓരോ മേഖലകളെയും വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ സൗഖ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം എനിക്ക് തരണമേ. അങ്ങയുടെ ആത്മാവിനെ എന്നിലേക്ക് വർഷിക്കണമേ. നമുക്ക് നമ്മുടെ കരങ്ങളെ യാചനാപൂർവം പിടിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ശരീരത്തിൽ വന്ന് നിറയണമേ, എൻ്റെ മനസ്സിൽ വന്ന് നിറയണമേ, എൻ്റെ ആത്മാവിൽ വന്ന് നിറയണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. ഈ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സ്പർശിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സൗഖ്യം അനുഭവപ്പെടും, നമ്മുടെ മനസ്സിൽ നമുക്ക് സൗഖ്യം അനുഭവപ്പെടും, നമ്മുടെ ആത്മാവിൻ്റെ മേഖലകളെ പരിശുദ്ധാത്മാവ് സൗഖ്യപ്പെടുത്തും. ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവാത്മാവേ, പാവനരൂപാ, ദൈവികമാക്കേണമെൻ്റെ ഉള്ളം. ദൈവാത്മാവേ, പാവനരൂപാ, ദൈവികമാക്കേണമെൻ്റെ ഉള്ളം. നിന്റെ നിരന്തര സാന്നിധ്യം നിറവാൻ നൽകേണമാത്മാവേ എന്നിലെന്നും. ദൈവാത്മാവേ, പാവനരൂപാ, ദൈവികമാക്കേണമെൻ്റെ ഉള്ളം. ഏറ്റവും ഉന്നത പുണ്യമായി നീ തന്നു സ്നേഹത്തെ അന്യോന്യം പങ്കുവയ്ക്കാൻ. ഏറ്റവും ഉന്നത പുണ്യമായി നീ തന്നു സ്നേഹത്തെ അന്യോന്യം പങ്കുവയ്ക്കാൻ. പാവന സ്നേഹത്തിൻ ആധാരമേ നിന്റെ, പാവന സ്നേഹത്തിൻ ആധാരമേ നിന്റെ, സ്നേഹത്തിലെന്നെ വളർത്തേണമേ. ദൈവാത്മാവേ, പാവനരൂപാ, ദൈവികമാക്കേണമെൻ്റെ ഉള്ളം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം തിരുവചനം നമ്മളോട് സംസാരിക്കുന്നു: കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. നമുക്കും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം: ഈശോയെ, അങ്ങയുടെ ജ്ഞാനം എനിക്ക് തരണമേ, ആ വിവേകത്തിൻ്റെ വരം എനിക്ക് തരണമേ, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിൻ്റെ കൃപകളെ വർഷിക്കണമേ,
അറിവിന്റെയും ദൈവഭക്തിയുടെയും ശക്തി എന്നിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പറ്റുന്നവരെല്ലാം അറിയാവുന്നതുപോലെ യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. ആ സ്തുതിപ്പിൽ സ്വർഗത്തിലേക്ക് ഉയരുന്നതനുസരിച്ച് പന്തക്കുസ്ത ദിനത്തില് എപ്രകാരമാണോ പരിശുദ്ധാത്മാവ് സ്ലേഹന്മാരിലേക്ക് ഇറങ്ങി വന്നത്, അതേ ശക്തിയോടുകൂടി മക്കളുടെ മേലെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടും. മക്കള് തന്റെ മാതാപിതാക്കളുടെ മുമ്പില് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തിടുക്കം കാണിക്കുന്ന മാതാപിതാക്കളെ പോലെ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് എത്രമാത്രം ആഗ്രഹത്തോടെ ചോദിക്കുന്നുവോ അതിൽ ഉപരി കൃപകൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഈ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ആ ശക്തനായ ദൈവം തന്റെ ആത്മാവിനെ നമ്മളിലേക്ക് വർഷിക്കും. ആ പരിശുദ്ധാത്മാവിനോട് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കും. എൻ്റെ ശരീരത്തിന്റെ മേഖലയിൽ ഞാൻ അനുഭവപ്പെടുന്ന എല്ലാ ശാന്തിയും അസ്വസ്ഥതയിലേക്കും എൻ്റെ ദൈവമേ അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം എൻ്റെ മനസ്സിന്റെ ഭാരങ്ങള്, ദുഃഖങ്ങള്, എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുറിപ്പാടുകളിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ആത്മാവിന്റെ മേഖലകള്, എൻ്റെ പാപത്തിന്റെ മേഖലകള്, എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന അശുദ്ധിയുടെ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്വാതന്ത്ര്യത്തോടെ കർത്താവിന് മുമ്പിലായിരുന്നു കൊണ്ട് നമ്മൾ സൗഖ്യപ്പെടുത്തേണ്ട ഓരോ മേഖലകളെയും പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ഈശോയോട് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സൗഖ്യപ്പെടുത്തണമേ, അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ സൗഖ്യപ്പെടുത്തണമേ, ആന്തരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ മേഖലകള് ഞാൻ ഓരോന്നായി നിങ്ങളോട് പറയുമ്പോൾ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് മനസ്സിലേറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക. പാടിത്തരുന്ന ഈരടികള് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ആ ഈരടികള് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ശരീരത്തിന്റെ ആത്മാവിന്റെ മേഖലകളെ കർത്താവിന്റെ തിരുരക്തം സൗഖ്യപ്പെടുത്തുകയാണ്. നമുക്കിങ്ങനെ പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയായി കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. നമുക്ക് ആഗ്രഹിക്കാം, പ്രിയമുള്ള മക്കളെ, ഏത് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്കും ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. അവന്റെ തിരുരക്തം വീണിടമെല്ലാം സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അവന്റെ തിരുരക്തം സ്പർശിച്ചിടമെല്ലാം സൗഖ്യം അനുഭവിച്ചിട്ടുണ്ട്. ആ തിരുരക്തത്തിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിച്ചവര്, കഴുകണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചവരെല്ലാം സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന ആ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ തലങ്ങളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോയെ, പലവിധ രോഗങ്ങളാൽ ഞാൻ അസ്വസ്ഥതപ്പെടുകയാ. വിട്ടുമാറാത്ത തലവേദന, അതുപോലെ തന്നെ അലർജി രോഗങ്ങള്, അതുപോലെ തന്നെ വിഷാദ രോഗങ്ങൾ, എനിക്ക് നിരാശയാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഉദരസംബന്ധമായ രോഗങ്ങള്, എപ്പോഴും പനി വരുന്ന എൻ്റെ അസ്വസ്ഥതകള്, എന്തൊക്കെയാണോ എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥതകള്, ഈശോയെ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ എൻ്റെ ഈ ശരീരത്തിൻ്റെ രോഗങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. നല്ലപ്പാ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. നമുക്ക് ഏതൊക്കെ അസ്വസ്ഥതകളാണ് നമ്മുടെ ശരീരത്തിനുള്ളത് മക്കളെ വിട്ടുകൊടുക്കാം. ആ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് നമ്മുടെ കരങ്ങളെ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് ആ കരങ്ങളിലേക്ക് നമ്മുടെ ഏത് രോഗമാണോ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നത് അതെടുത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയെ,
എൻ്റെ ഈ രോഗത്തിലേക്ക് നീ സൗഖ്യമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. യഥാർത്ഥത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മുമ്പോട്ടുള്ള ജീവിക്കാനുള്ള പ്രത്യാശ പോലെ നഷ്ടപ്പെടുത്തുന്നത് പോലെ ഈ ശരീരത്തിൻ്റെ രോഗങ്ങൾ എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ വിട്ടുമാറാത്ത എൻ്റെ രോഗത്തിലേക്ക് തമ്പുരാനെ അങ്ങയുടെ തിരുരക്തം ഒഴുക്കണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. രക്തസ്രാവ സ്ത്രീ കർത്താവ് കടന്നു പോകുന്ന വഴികളിൽ അവൻ്റെ ശരീരത്തിൽ സ്പർശിച്ചാൽ മാത്രം മതി താൻ സൗഖ്യപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മകൾ അവൻ്റെ ശരീരത്തെ സ്പർശിച്ച മാത്രയിൽ അവൾ സുഖപ്പെട്ടു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമുക്ക് നമ്മുടെ കരങ്ങൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട്, അതാ ഇതാ ഞാൻ നിന്നെ സ്പർശിക്കുകയാ, നിന്റെ മേൽ ഞാൻ തൊടുകയാ, എന്നെ നീ സൗഖ്യപ്പെടുത്തണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമുക്ക് നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാം. മനസ്സിൻ്റെ സൗഖ്യം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ സൗഖ്യമായിട്ട് വളരെ ബന്ധപ്പെട്ടായിരിക്കുന്നത്. പലവിധ കാരണങ്ങളാൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് പിലവാങ്ങയുടെ പുസ്തകം 1-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു: കർത്താവേ, എന്നെ കാണണമേ, ഞാൻ ദുരിതത്തിലാണ്, എൻ്റെ ആത്മാവ് അസ്വസ്ഥതമാണ്, എൻ്റെ ഹൃദയം വിങ്ങുന്നു. പലവിധ കാരണങ്ങളാൽ എൻ്റെ മനസ്സ് ദുഃഖിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ നിമിഷം മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ എല്ലാ ജീവിതാവസ്ഥകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് സങ്കടമാവുള്ളത്. എപ്പോഴും എനിക്ക് ദുഃഖമായ എൻ്റെ മനസ്സിൽ, അകാരണമായ ഭയങ്ങളായ എൻ്റെ ജീവിതത്തിൽ. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റണില്ല. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അസ്വസ്ഥതയാ. എനിക്ക് എല്ലാവരോടും ദേഷ്യം ഈശോയെ. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ പപ്പയും അമ്മയും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവരെന്നെ സ്നേഹിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ്. പലപ്പോഴും എനിക്ക് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് പോലും ചിന്തിക്കാറുണ്ട്. അത്രയും മനസ്സ് തളർന്നിരിക്കുന്ന സമയമാണ്. ഈശോയെ, നീ എന്നെ കാണണേ. എൻ്റെ മനസ്സിലേക്ക് നീ സമാധാനം നൽകണമേ. ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ശിഷ്യന്മാരുടെ മധ്യേ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈശോയെ, ആ സമാധാനത്തിന് വേണ്ടി ഞാനും ആഗ്രഹിക്കുകയാണ്. എനിക്ക് പലപ്പോഴും പഠിക്കാൻ പറ്റുന്നില്ല. പഠിച്ച കാര്യങ്ങൾ ഞാൻ ഓർത്തിരിക്കാറില്ല. എനിക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കാൻ പോലും പലപ്പോഴും സാധിക്കുന്നില്ല. മനസ്സിൽ ദുഃഖമാണ്. ഒരു പക്ഷേങ്കിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ ആരംഭിച്ച നിമിഷം മുതൽ അസ്വസ്ഥത കൊണ്ടായിരിക്കാം ഞാൻ ആരംഭിച്ചത്. ഭയപ്പാട് കൊണ്ടായിരിക്കാം ഞാൻ ആരംഭിച്ചത്. അമിതമായ ദേഷ്യം കൊണ്ടായിരിക്കാം എൻ്റെ ആരംഭം. ആരും എൻ്റെ ജീവിതത്തിൽ എന്നെ പരിഗണിച്ചു കാണില്ല. അതൊക്കെ എൻ്റെ ജീവിതത്തെ എന്നെ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം എൻ്റെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്താറുണ്ട്. നാഥ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ മനസ്സിലെ തലങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. നീ ഒന്ന് സ്പർശിക്കണമേ നാഥ. നമ്മുടെ മനസ്സിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും വേദനകളെയും അസ്വസ്ഥതയും നമുക്ക് വിട്ടുകൊടുക്കാം. സ്വാതന്ത്ര്യത്തോടെ മറ്റുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ പേടിയാണ്. മുമ്പോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. എനിക്ക് എന്നെ തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ തളർന്നിരിക്കുകയാ. ആശ്വാസമായി എൻ്റെ നാഥ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നാഥ, എൻ്റെ ആന്തരിക കാര്യങ്ങൾ നിനക്കാണ് വ്യക്തിപരമായിട്ട് അറിയാൻ പറ്റുന്നത്. ആന്തരിക സൗഖ്യം നൽകി നാഥ എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് കണ്ണീരോടെ നമുക്ക് ഈശോയുടെ മുമ്പിലായിരുന്നു പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ അവസ്ഥകളെയും, നമ്മുടെ പേടി, നമ്മുടെ അസ്വസ്ഥത, ദേഷ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, നമ്മളെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, അപ്പച്ചനെ അമ്മച്ചിയും സ്നേഹം സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്നെ ആരും സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കണമെന്ന് തന്നെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവയും നമുക്ക് വിട്ടുകൊടുക്കാം. എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിനെ തളർത്തുന്നത് ഈശോയെ, അതെല്ലാം വിട്ടുകൊടുക്കുകയാ. ഒരു നിമിഷം ശാന്തമായിരുന്ന് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ വേദനകളും, ആരോടും പറയാത്ത, ആർക്കും ശ്രവിക്കാൻ സാധിക്കാത്ത, ആർക്കും മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ എല്ലാ അവസ്ഥകളും ആ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് കരങ്ങളെ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ മനസ്സിൻ്റെ തലങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. സൗഖ്യമായിട്ട് നീ എന്നിലേക്ക് കടന്നു വരണമേ എന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ തലങ്ങളെ ഒരു നിമിഷം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം.
പാപത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ കേട്ടു. നമുക്ക് മനസ്സിലായി നമ്മൾ കടന്നു വന്ന വഴികളിൽ എവിടെയൊക്കെയോ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മുടെ ആത്മാവ് കളങ്കപ്പെട്ടിട്ടുണ്ട്, ആത്മാവിന് ക്ഷതമേൽക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പാപത്തിന്റെ മേഖലകളെ ഈശോയുടെ മുമ്പിൽ ഒരു നിമിഷം തുറന്നു വെക്കാം. ഈശോയെ, അന്ത്യകുംഭസാരത്തില് എത്രയോ ശ്രേഷ്ഠമായി അങ്ങനെ പഠിപ്പിച്ചു പാപം ചെയ്യരുത്, ആത്മാവിന് കൊച്ചു കളങ്കം പോലും ഏൽപ്പിക്കരുതെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നതാ. പക്ഷെ എൻ്റെ വഴികളിൽ ഞാൻ കടന്നു വന്നപ്പോ, ജീവിത സാഹചര്യങ്ങളില്, എൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളില്, ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നെല്ലാം ഞാൻ പാപത്തെ സ്വീകരിക്കാനിടയായി. ഈശോയെ, ഇതാ ഞാൻ അങ്ങയുടെ മുമ്പിൽ തുറന്നു പറയുന്നു, ഞാനൊരു പാപിയാണേ. എന്നോട് കരുണയായിരിക്കണമേ, കരുണ തോന്നണമേ, നാഥ അലിവ് തോന്നണമേ എന്ന് ഏറ്റുപാടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എല്ലാ പാപത്തിന്റെ അവസ്ഥകളെ നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുമ്പോൾ, കരുണ തോന്നണമേ എന്നുള്ള ഈരടി ഏറ്റുചൊല്ലി പാടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയാം, നാഥ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി എന്ന് കരുതുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്ക് ഈ ദിവസങ്ങളിൽ കുമ്പസാരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, കുമ്പസാരിക്കാനുള്ള സാഹചര്യം എനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, നാഥ, എനിക്ക് കുമ്പസാരിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഞാൻ അങ്ങയുടെ വിശുദ്ധ കുർബാനയിലേക്ക്, അങ്ങയുടെ ജീവിക്കുന്നതായ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഏറ്റുപറയുകയാ, എൻ്റെ കണ്ണിലൂടെ ഞാൻ ചെയ്ത പാപങ്ങള്, എൻ്റെ നാവിലൂടെ ഞാൻ ചെയ്ത പാപങ്ങള്, എൻ്റെ ചെവിയിലൂടെ ഞാൻ കേട്ട പാപങ്ങള് എല്ലാം, ഞാൻ സ്പർശനത്തിലൂടെ അനുഭവിച്ച എല്ലാ പാപങ്ങള് ഈശോയെ ഞാനിതാ നിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു. വിശുദ്ധമായി ജീവിക്കേണ്ട എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് അങ്ങ് പറഞ്ഞ എൻ്റെ ഈ ശരീരമാകുന്ന ആലയത്തെ ഞാൻ എത്രമാത്രം അശുദ്ധമാക്കിയിട്ടുണ്ട്. എല്ലാം നമുക്ക് ഈശോയുടെ ഏറ്റുപറയാം. ഈശോയെ, ഓരോന്നോരോന്നായി ഞാൻ അങ്ങയുടെ മുമ്പിൽ ഏറ്റുപറയുകയാ. പാപിനിയായ മഗ്ദലന മറിയം ഈശോയുടെ കാൽച്ചുവട്ടിൽ പോയിരുന്നിട്ട് കണ്ണീരോടുകൂടി അവൾ ചെയ്ത എല്ലാ പാപങ്ങളും മനസ്സുകൊണ്ട് കർത്താവിനോട് ഏറ്റുപറഞ്ഞപ്പോ ഈശോ അവളെ എഴുന്നേറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മകളെ, നീ അധികം സ്നേഹിച്ചതുകൊണ്ട് നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ മക്കളെ, നമ്മുടെ പാപങ്ങൾ ഈശോയുടെ കാൽച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഈ വിശുദ്ധ കുർബാനിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ കണ്ണീരോടെ, നാഥാ, ഞാൻ ചെയ്ത പാപത്തിന്റെ അവസ്ഥകളെല്ലാം ഏറ്റുപറയുകയാ. എനിക്കറിയാം നീ ഒന്ന് തീരുമാനിച്ചാൽ ഇന്നുകൊണ്ട് എൻ്റെ ആയുസ് അവസാനിക്കും. നിന്റെ കരങ്ങളിലാണ് എൻ്റെ ആയുസ് ഇരിക്കുന്നത്, നിന്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്, നിന്റെ കരങ്ങളിലാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ഇരിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഈശോയെ, ഈ പാപിയായ മകളെ നീ കടാക്ഷിക്കണമേ. മക്കളെ, ഓരോ പാപങ്ങളും നമുക്ക് ഏറ്റുപറയാം. നമ്മൾ മൊബൈൽ ഫോണിലൂടെ, സംസാരത്തിലൂടെ, അതുപോലെ മറ്റു സാഹചര്യങ്ങളിലൂടെ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ പാപത്തിന്റെ കടങ്ങൾ കയറി വന്നിട്ടുണ്ട്. അതെല്ലാം ഏറ്റുപറഞ്ഞ് എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ, നാഥാ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് ഏറ്റുപറയാം. നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നമ്മുടെ പാപത്തിന്റെ സാഹചര്യങ്ങൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ കരുണയുള്ള ജീവിക്കുന്നവനായ ദൈവം നമ്മളോട് കരുണയായി കാണിക്കും. ആ വിശ്വാസത്തോടു കൂടി നമുക്ക് ഏറ്റുപറയാം, നാഥാ, കരുണ തോന്നണമേ, എന്നിൽ അലിവ് തോന്നണമേ എന്ന്. ഒരു നിമിഷം മൗനമായിരുന്ന് പാപത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ഈരടി കേൾക്കുമ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി ഈശോയോട് പറയാം, നാഥാ, എൻ്റെ കണ്ണിനെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ചെവികളെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ശരീരത്തിൻ്റെ സ്പർശനത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ മനസ്സിനെയും മനസാക്ഷിയെയും വിശുദ്ധീകരിക്കണമേ എന്ന് വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുചൊല്ലി ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം.
കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുവചനം ഇപ്രകാരം നമ്മൾ കാണുന്നു. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഇതാ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി നമ്മളിലേക്ക് ജ്വലിച്ച് നമ്മുടെ പാപത്തിന്റെ എല്ലാ മേഖലകളെയും, നമ്മുടെ മനസ്സിന്റെ എല്ലാ മേഖലകളെയും, ശരീരത്തിന്റെ എല്ലാ അസ്വസ്ഥതകളെയും കത്തിച്ചാമ്പലാക്കി വിശുദ്ധീകരിക്കുന്ന സമയമാണ്. കർത്താവിന്റെ ആശീർവാദം നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒപ്പം ആഗ്രഹിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവൻ ദാനങ്ങൾക്കും കൃപകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞങ്ങളെ ആശീർവദിക്കുന്നതോടൊപ്പം ജീവിതാവസാനം വരെ വിശ്വസ്തയോടെ ജീവിക്കാൻ ശോനാഥ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ തരണമേ. ആ കത്തി ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളുടെ എല്ലാ അശുദ്ധിയും സൗഖ്യമാക്കപ്പെട്ട് ഒരു നല്ല വിശുദ്ധയായ കുഞ്ഞിനെ പോലെ മുമ്പോട്ട് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ കൃപകളും നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരാധന ഗാനത്തോടൊപ്പം നമുക്ക് കർത്താവ് നമ്മളെ ആശീർവദിക്കുന്നതായിട്ട് നമുക്ക് വിശ്വസിക്കാം. ധ്യാനത്തിന്റെ അവസാന നിമിഷം നമ്മൾ ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ ആത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് ഈശോ നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയാണ്. കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അറിയാവുന്നതുപോലെ നമ്മൾ ഈശോയെ സ്തുതിക്കും. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ തമ്പുരാനെ, ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. മനസ്സിന്റെയും ശരീരത്തിന്റെ ആത്മാവിന്റെ എല്ലാ മേഖലകളെയും നിമിഷം വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവ് നമ്മളെ ആശീർവദിക്കുന്നതായിട്ട് ആഗ്രഹിച്ച് കുമ്പിട്ട് കർത്താവിന് മുമ്പിലായിരുന്ന് ഈ ഗാനത്തോടൊപ്പം നമുക്കും കർത്താവിനെ ആശീർവാദം സ്വീകരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യമുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സന സുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം പരമാവിവേകാരുണ്യത്തി എന്നേരവും ആരാധന പരിശുദ്ധ പരമാവിവേകാരുണ്യത്തി എന്നേരവും ആരാധന പരിശുദ്ധ പരമാവിവേകാരുണ്യത്തി എന്നേരവും ആരാധന.
ഈശോയിൽ സ്നേഹിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്കെല്ലാം ഈശോ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിച്ചു. ഈ ധ്യാനത്തിലൂടെ കുഞ്ഞുമക്കളെല്ലാം ഓരോ തീരുമാനങ്ങൾ എടുത്ത് അത് പ്രാവർത്തികമാക്കുവാന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് ഈ അവസാന നിമിഷമായിരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ 3 ദിവസം ഈശോയോട് കൂടെ ആയിരിക്കുവാന് ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. നാം ഒന്നും നേടിയതല്ല, ദൈവം എല്ലാം തന്നതാണ്. പ്രൈസ് ലോർഡ്. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന